Watch full episodes on Jio Hotstar. ഇവിടെ ആർക്കെങ്കിലും സഹായം ആവശ്യമാണോ? എനിക്ക് ആവശ്യമുണ്ട് പത്ലു, അല്ലെങ്കിൽ ഞാൻ ചിക്കൻ കബാബാണെന്ന് വാ, ഒന്ന് നന്നായിട്ട് കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഫൈറ്റ് ചെയ്യാം. അയ്യോ പത്ലു, മോട്ടു ട്രെയിൻ ഡ്രൈവർ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇനിയിപ്പൊ ചെയ്യാണല്ലോ, എന്താ ചെയ്യാ പത്ലു? ടോങ്കി ചേട്ടാ, മനുഷ്യന്മാര് കുതിരകളെയാണ് കൂടുതലും പ്രശംസിക്കുക. റേസിലാണെങ്കിലും കുതിരകളെയല്ല കൂടുതലും ഓടിക്കാറുള്ളത്. കാരണം മനുഷ്യന്മാരെന്താ വിചാരിക്കണം എന്ന് വെച്ചാ കഴുതകൾക്ക് ഓടാൻ സാധിക്കില്ലെന്ന്. പ്ലീസ്, ഇന്ന് നിങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ട്രെയിനിന്റെ സ്പീഡിൽ നിങ്ങൾക്ക് ഓടാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ കാലങ്ങളോളം നിങ്ങളുടെ പേരിലുണ്ടായ ചീത്തപ്പേരും മാറിക്കിട്ടും. ടോങ്കി ചേട്ടാ, നീ ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത് മോട്ടു? കഴുതകളോട് സംസാരിച്ച് സമയം കളഞ്ഞോണ്ടിരിക്കുക. പത്ലു, ഇവര് നമ്മളെ ട്രെയിനിലേക്ക് പോയി എത്തിക്കും. എന്ത്? മോട്ടു ഇവര് ഓക്കെ പറഞ്ഞതാണോ അതോ ഓക്കെ അല്ലെന്നാണോ പറയുന്നേ? മോട്ടു ഇവര് നമ്മളെ വെച്ച് കളിക്കുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ഇവര് സമ്മതം പോകണേന്ന്. പക്ഷെ ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. എടാ പത്ലു, ഞാൻ പറഞ്ഞ ഡയലോഗ് ഇവർക്ക് പിടിച്ചില്ലെന്നാ തോന്നുന്നേ. അതുകൊണ്ട് ടോങ്കി ചേട്ടന്റെ ഫുൾ സ്പീഡിൽ വരെ എത്തിയില്ലേ? ട്രെയിനിന്റെ ഡോർ അടുത്താണുള്ളത്. വേഗം ജമ്പ് ചെയ്യ മോട്ടു. വരൂ. ടോങ്കി ചേട്ടാ, ഇങ്ങനെയാണോ ആരെങ്കിലും ട്രെയിൻ കയറ്റി വിടുന്നത്? എന്നാലും സാരമില്ല. താങ്ക് യു ടോങ്കി ചേട്ടാ. എന്നിട്ട് ഇന്നു മുതൽ നിങ്ങളുടെ പേര് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും എന്നാണ്. ഐ സല്യൂട്ട് യു. അങ്ങോട്ട് മാറിയിരിക്കണോ? തന്നോട് മാറിയിരിക്കാനല്ലേ പറഞ്ഞത്? ഉണക്കമീൻ വേണം. ഉണക്കമീൻ തിരിച്ചുകൊണ്ട് പോകൂ. ഞങ്ങൾക്ക് സോംബിസിനെ വേണ്ട. തിരിച്ചുവിട്. പത്ലു, ജനങ്ങള് കമൽപൂർ സ്റ്റേഷന്റെ പുറത്ത് വെച്ച് ട്രെയിനിന്റെ ട്രാക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. പക്ഷെ നമുക്ക് നിർത്താൻ പറ്റില്ല മോട്ടു, നമുക്ക് സമയം ഒട്ടുമില്ല. മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്. ഇവരാണെങ്കിൽ മാറുന്നുമില്ലല്ലോ. പത്ലു, ബ്രേക്ക് പിടിക്കടാ. കമൽപൂർ എത്തിപ്പോയി. ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്യേ. ഡോക്ടർ ചട്ക ട്രെയിൻ നിന്നിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് ട്രെയിനിന്റെ മുന്നിലേക്ക് വാ. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. വാടാ. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങൾ നിങ്ങളുടെ കാറൊന്ന് എടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു തരാം. ഒന്ന് കുറയ്ക്കേ. എന്തൊരു മുടിഞ്ഞ കനവാതിരിക്കേ. ചട്ക പെട്ടെന്ന് വാ, ഒന്ന് പെട്ടെന്ന് ഇരിക്കേ. മോട്ടു വിട്, വേഗം വിട്. ദേ അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണം തന്തൂരി ചിക്കൻ. എന്റെ ദൈവമേ, നിങ്ങളുടെ ചിക്കൻ ലോലിപോപ്പ് കേട്ട് കേട്ട് ഞാൻ ജീവിതകാലം മുഴുവനും വെജിറ്റേറിയൻ ആവോന്നാ തോന്നുന്നേ. മോട്ടു അവന്മാരെ പറഞ്ഞയക്ക്. ചിക്കൻ കബാബ്, ചിക്കൻ തന്തൂരി, ലോലിപോപ്പ്.
ഇവനൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നത് വരേക്കും നമുക്ക് ഈ ഫാക്ടറിക്ക് അകത്ത് പോയി ഒളിച്ചിരിക്കാം. ഉണക്കമീൻ. ഇത് ഞാനാടാ, അല്ലാണ്ട് ഐസ്ക്രീം അല്ല. ഞങ്ങളെ ഇങ്ങനെ വെറുതെ ഇവിടെ കൂടെ ഇട്ട് ഓടിക്കല്ലേ. മീന്, ചിക്കൻ ലോളിപോപ്പ്, പിന്നെ കബാബ്. എത്ര വലിയ മീനാണ്. ദേ വരുന്നു. സ്വയംബോധത്തിലേക്ക് വരൂ. ഞങ്ങള് മോട്ടുപത്തിലുമാണ്. തങ്കടി കബാബ് ദാ വരുന്നു. മോട്ടു എഴുന്നേൽക്ക. പൊളിച്ചെടുത്തല്ലോ. വരൂ, എന്തെങ്കിലും കഴിക്കൂ, എന്നിട്ട് സോംബിയായി മാറൂ. മോട്ടു പത്തുലുവിനെ ഇതുവരെയായിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും സാരമില്ല, എത്രയൊക്കെ ദൂരം ഓടിയാലും അവസാനം എന്റെ കയ്യിൽ തന്നെ വന്ന് പെടും. എന്റെ അമ്മോ, മോട്ടുപത്ലുവിനെ പിടിക്കുന്നത് ബുദ്ധിമുട്ടല്ലല്ലോ. നടക്കില്ല. മോട്ടു എഴുന്നേൽക്ക്, എഴുന്നേൽക്ക് മോട്ടു. സീതാറാം എവിടെയാ? അവൻ ഇവിടുന്ന് പോയി. നമുക്ക് സീതാറാമനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. കാരണം അവൻ നമ്മുടെ സുഹൃത്താണ്. ഞാനാണ് അവന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അവൻ എന്ത് സംഭവിച്ചാലും നമ്മൾ അവനെ വെറുതെ വിടില്ലെന്ന്. ഞാൻ അവനെ പോയി കൂട്ടിക്കൊണ്ടുവരും. ശരി മോട്ടു. ഡോക്ടർ ചക്ക, നിങ്ങൾ ഇവിടെ ഇരുന്ന് ആന്റിഡോട്ട് ഉണ്ടാക്ക്. അതിനോടകം ഞാൻ പോയി ഘസീട്ടയെ വിളിച്ചോണ്ട് വരാം. അറിയത്തില്ല പാപം എവിടെയൊക്കെ ആയിരിക്കും കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതെന്ന്. അയ്യോ, രക്ഷപ്പെട്ടു. അയ്യോ, ഇവിടെ ഉണ്ട് ഘസീട്ടാരാം. ഇവരുടെ കൂടെ. മോട്ടു, വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെ ജോലി ചെയ്യാൻ. ആദ്യത്തെ ജോലി എന്താന്ന് വെച്ചാൽ സീതാറാമിനെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. പക്ഷെ അത് എങ്ങനെ? സീതാറാമെ അവിടെ നിക്ക്, നിക്ക്. പത്രു, എനിക്ക് തോന്നുന്നു നമ്മളും ഘസീട്ടയെ പോലെ സോംബിയായി മാറുന്നു. മോട്ടു, ഞാനിപ്പോ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യ. ചിക്കൻ തന്തൂരി, ചിക്കൻ ലെഗ് പീസ്, ചിക്കൻ ലെഗ് പീസ്, ചിക്കൻ തന്തൂരി. എവിടെ എന്റെ സോംബീസ്? എവിടെയാണ് ഈ മോട്ടും പത്തലും? ചിക്കൻ തന്തൂരി, ചിക്കൻ ലോളിപോപ്പ്. അതെ സോംബീസ്, മോട്ടും പത്തലും ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അവര് വേഷം മാറി നടക്കുകയാണ്. അവരെ അടിക്കേ ഇടിക്കേ, അവരെ വെറുതെ വിടാൻ പാടില്ല. ഉണക്കമീൻ എവിടെ? വരൂ ഗസീറ്റ, വേഗം. പൊളിച്ചെടുത്തല്ലോ മമ്മി. ഗസീറ്റ, പത്രു, അവരെ ശരിക്കും പിടിച്ചേക്ക്. ഞാൻ ദാ പോയി ദാ വന്നു. ഹലോ മോനെ.
ഒരു കയറും തുണിയും കിട്ടുമോ? സീതാറാമനെ കെട്ടിവെക്കാൻ വേണ്ടിയാ. ഞാൻ സോംബിയല്ല. മോനെ പറയുന്നത് കേൾക്കും, ഒച്ച വെക്കല്ലേ. എവിടെ സോംബി? മുന്നോട്ട് വരൂ. അയ്യോ എന്റെ മാഡം, നിങ്ങളുടെ മോൻ വെറുതെ ആവശ്യമില്ലാണ്ട് പേടിച്ചതാ. നിങ്ങളുടെ കാര്യം കൊണ്ട് ഞാൻ എന്റെ മകന് തോന്നിയതാണോ? എന്റെ മകനെ ഉപദ്രവിക്കോ? വിശ്വസിക്കേ. ഇത്ര പേടി ഞങ്ങൾക്ക് സോംബിയെ കണ്ടിട്ട് പോലും തോന്നിയില്ല. മമ്മയ്ക്ക് അറിയില്ലല്ലോ നമ്മള് സോംബിയൊന്നും അല്ലാന്ന്. അയ്യോ സോറി, ഞങ്ങള് സോംബിയൊന്നും അല്ല. പിന്നെ എന്തിനായിരുന്നു ആ ഗെറ്റപ്പ്? ഞങ്ങള് ഞങ്ങളുടെ ഈ ഫ്രണ്ടിനെ സോംബീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ട് പോവുമായിരുന്നു. അത് കൊള്ളാലോ. നിങ്ങളുടെ ജീവൻ പണയം വെച്ച് നിങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ നോക്കുന്നു. നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും കിട്ടണം. പിന്നെ നിങ്ങളെ പോലെ ധൈര്യശാലിയായ ഒരു അമ്മയെ ഏത് കുട്ടിക്ക് കിട്ടിയാലും ഒറ്റയ്ക്ക് ഞങ്ങളോട് സോംബിയാണെന്ന് വിചാരിച്ച് ഏറ്റുമുട്ടിയില്ലേ? ഉണക്കമീൻ ഇവിടെ ഉണ്ടല്ലോ. അവനെ കെട്ടിയിട്. ചിക്കൻ ലോളിപോപ്പ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലോൺലി ഐലൻഡിലേക്ക് പോകണം. മോട്ടോർ ബോട്ട് എവിടെന്നാ കിട്ടുക? സീ സൈഡിൽ ലൈനായി ബോട്ട് ഉണ്ടാവും. അതിൽ നീല കളർ ബോട്ട്. അവിടെ എന്റെ മകന്റെ ഫേസ് ഫ്രണ്ട്സ് ഉണ്ട്. അതെടുത്തോണ്ട് പൊക്കോളൂ. താങ്ക് യു. ഡോക്ടർ ജഡ്ക, ഞങ്ങൾക്ക് ഗസിറ്ററാമിനെ കിട്ടി. പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ മോശമാണ് എന്നെ വെറുതെ വിടാ. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. ഓ മേളോ പറയുന്നത് കേക്ക്. അയ്യോ രക്ഷിക്കണേ. അയ്യോ എന്നെ ഇങ്ങനെ നല്ലല്ലേ. ഓ ഞാൻ നിങ്ങളുടെ മോശമാണ്. എന്റെ അമ്മോ, അവരെ എങ്ങനെ പ്രശംസിക്കുന്ന എനിക്ക് അറിയില്ല. നിങ്ങൾ മനുഷ്യരാണെങ്കിൽ അവര് ആകാശമാണ്. നിങ്ങൾ കാറ്റാണെങ്കിൽ അവർ ചുഴലിക്കാറ്റാണ്. നിങ്ങൾ നദിയാണെങ്കിൽ അവരൊരു കടലാണല്ലോ. അവർ ആകാശമാണ്, അവർ ചുഴൽക്കാറ്റാണ്, അവരൊരു കടലാണ്. നിന്റെ വായടച്ച് മിണ്ടാതിരിക്കാൻ ഞാൻ എത്ര പ്രാവശ്യമായിട്ട് നിന്നോട് പറയുന്നു. എന്റെ അമ്മോ, ആ മോട്ടൊന്ന് ശബ്ദിച്ചാലുണ്ടല്ലോ ആകാശത്തിൽ ഇടി വെട്ടും കേട്ടോ. ഓക്കേ എന്റെ അമ്മോ, വണ്ടി ഒന്ന് സൂക്ഷിച്ചോടിക്കടാ. അയ്യോ എന്റെ കാര്യം പോകാടാ. വാ ഇറങ്ങ്, മോട്ടോർ ബോട്ടിന്റെ അടുത്തേക്ക് പോകാം. എവിടെ പോയി എവിടെ പോയി? ആ ബ്ലൂ കളർ ബോട്ട് എവിടെയാണ്? എവിടെ നിൽക്കുന്നുണ്ട്? എന്റെ ചങ്ങേന്റെ ബ്രോന്റെ വായാതെ അടക്ക്. എല്ലാരെയും വിളിക്കുകയാണ്. വേഗം വരൂ, അവരൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. ഒന്ന് ഗസിന്റെ വായ അടക്കുന്നേ. ഇപ്പൊ ഞാൻ റെഡിയാക്കാൻ പോണ ആന്റിട്ടോ. ആദ്യം തൊട്ട് എത്ര കഷ്ടപ്പെട്ടാലും ഇതുവരെ എങ്ങനെയോ ആന്റിഡോട്ട് ഞാൻ ഭദ്രമായിട്ട് കൊണ്ടെത്തിച്ചു. ഞാൻ എത്രയും പെട്ടെന്ന് ആന്റിഡോട്ട് റെഡിയാക്കാം. സീതാറാം ഇവിടെ ഒരു തവളെ പോലെ ചാടി കളിച്ചോണ്ടിരിക്കുക. ഒന്ന് നിൽക്കടാ. ആന്റിഡോട്ട് റെഡിയായി. ഉണക്കമീന്. ഇവരൊന്ന് ടൈറ്റായിട്ട് പിടിക്കടാ. അയ്യോ സീതാറാമേ, അവളെ പോലെ കിടന്ന് ചാടലേടാ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, അവരെ തടി ഉണ്ടാക്കരുതേ. ഇടി കിട്ടി മോതിര ഷേപ്പ് മാറും. പിന്നെ സോംബി ലോകത്തുള്ള ആൾക്കാർക്ക് പോലും നിങ്ങളെ കണ്ടാ മനസ്സിലാവില്ല. ഒന്ന് ആലോചിച്ചോ, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. അടി ഇപ്പോഴാണോ പിന്നെയാണോ കിട്ടുന്നതെന്ന് നീ തന്നെ ആലോചിച്ച് നോക്കിയാ മതി. മോട്ടു പത്തുലു, ഞാനും നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. പറഞ്ഞല്ലോ, മോളിന്ന് താഴേക്ക് ചാടാൻ പോലും നിനക്ക് കഴിയുന്നില്ല. മോട്ടു പത്ലുകൊണ്ടാണ് എതിർക്കാൻ പോകുന്നത്. നീ ആരുടെ ഭാഗത്താണുള്ളത്? ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ആണല്ലോ. മോട്ടു, ഞാനിതാ എത്തിക്കഴിഞ്ഞു. നിനക്ക് എന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല.
ഇവിടെ നിന്ന് പൂരവെടിക്കട്ട ഉണ്ടാവും. വേഗം ഒഴിക്ക്, വേഗം ഒഴിക്ക്. എടാ ഈ ആന്റിഡോട്ടിൽ ഒരു ടേസ്റ്റും ഇല്ല. എന്തായി ചെയ്തേ? സോംബിയായി മാറിയില്ലേ? എനിക്കും ഒരു ആന്റിഡോട്ട് താടാ പത്തലു. അയ്യോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അയ്യോ വിളിക്കരുതല്ലോ. ഈ കടലിന്റെ നടുവിൽ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ജയോ ഘസീട്ടാരാം ഇപ്പൊ ശരിയായി. അതേ നിങ്ങളൊന്ന് തെളിച്ച് പറയാ, എനിക്ക് എന്താ സംഭവിച്ചത്? ഘസീട്ടാരാമ ആദ്യം പോയ പേരൊക്കെ എടുക്ക, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോടെല്ലാം പറഞ്ഞുതരാം. പത്തലു പോട്ട് തിരിക്കടാ. എന്റെ ദൈവമേ, വേഗം തിരിക്കേ. അവിടെയുണ്ട് ഐലൻഡ്. അവിടെ എത്തിയിട്ട് വേണം ആന്റിഡോട്ടിന്റെ ആ ഫ്രൂട്ട് കണ്ടുപിടിക്കാൻ. അതേതോ പ്രത്യേകതര മരത്തിലത്രേ ഉള്ളത്. ഒന്ന് വേഗം വന്നേ. നിനക്ക് ഇതുവരെ ഓരിയിട്ടൊന്നും മതിയായില്ലേ? ഒന്ന് നിർത്ത. ഞാൻ എന്തിനാ അങ്ങനെ ഓന്തിനെ പോലെ ഒച്ച വച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ലാട്ടാ. ഇപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ആ പഴമുള്ള മരം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചങ്ക എന്റെ ബ്രോ, ആ മരമല്ലേ മറ്റു മരങ്ങളെക്കാളും വ്യത്യസ്തമുള്ളതാണ്. ഇവിടെ ഏതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളുണ്ടോ അതെല്ലാം ശ്രദ്ധിച്ച് നോക്കണം. മനസ്സിലായോ? അതെ അതെ, എല്ലാം ശ്രദ്ധിച്ചു നോക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.